ചിരിക്കുന്നത് ആരോഗ്യത്തിന് നല്ലതാണെന്നാണല്ലോ പൊതുവെ പറയാറ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ആരോഗ്യം മെച്ചപ്പെടുത്താൻ ജസ്റ്റ് നമ്മുടെ നാട്ടിലൂടെയൊക്കെ ഒന്ന് കറങ്ങാൻ ഇറങ്ങിയാൽ മതി. കാരണം നമ്മുടെ ചുറ്റുപാടിലൊക്കെ നടക്കുന്ന പല സംഭവങ്ങളും കണ്ടാൽ നമ്മൾ ചിരിച്ചില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. അപ്പോൾ ഇന്ന് നമ്മൾ അങ്ങനെ കുറേ സംഭവങ്ങൾ തന്നെയാണ് കാണാൻ പോകുന്നത്. അപ്പോൾ അത് ഏതൊക്കെയാണെന്ന് കാണാൻ വേണ്ടി നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. നമുക്കറിയാം, ഇത് മഴക്കാലമാണ്. എപ്പോഴാണ് മഴ പെയ്യുക എന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ട് പെട്ടെന്ന് മഴ ചെയ്താൽ കിട്ടിയ സ്ഥലത്ത് കയറി ആശ്രയം തേടേണ്ടി വരും. പൊതുവെ പഫ്സൊക്കെ കഴിക്കുമ്പോൾ നമ്മളെല്ലാവരും സോസാണ് യൂസ് ചെയ്യാറ്. പക്ഷെ എല്ലാവർക്കും അതേ താല്പര്യം ആയിരിക്കില്ലല്ലോ. ഇനിയിപ്പോൾ അവൻ്റെ ഇഷ്ടം അങ്ങനെയാണെങ്കിൽ അവൻ അങ്ങനെ കഴിക്കട്ടെ. പാവൻ ചേട്ടൻ്റെ ചെരുപ്പ് പോയി കേട്ടോ. പുള്ളി അത് എടുക്കാൻ പോവുകയാണ്. പോത്ത് പോലെ വളർന്നിട്ടുണ്ടെങ്കിൽ എന്താ കുട്ടികളുടെ മനസ്സാ. പിന്നെ എന്തൊക്കെയോ സംഭവിച്ചു. പതുക്കെ അവനൊരു തോൽവിയാവാൻ തുടങ്ങി. ഭൂലോക തോൽവി. അത് ടേബിളിലൊക്കെ വെക്കാൻ പറ്റുന്ന ഫോട്ടോ ആണെന്ന് ആരെങ്കിലും അവനൊന്ന് പറഞ്ഞു കൊടുത്തിരുന്നെങ്കിൽ. ഡിഫറൻസ് ബിറ്റ്വീൻ സിസ്റ്റോളിക് ആൻഡ് ഡയസ്റ്റോളിക് ബ്ലഡ് പ്രഷർ പറ എന്നാ പറഞ്ഞിട്ട് പോ. അതൊക്കെ പറയാം, അതിൻ്റെതായ പ്രായം കാലമൊക്കെ ഉണ്ട്. അപ്പോൾ പറയാം. ഇപ്പോൾ തന്നെ അതൊക്കെ നോക്കി വെറുതെ കുട്ടിക്കാലം വേസ്റ്റ് ആക്കണ്ട. നമ്മുടെ ഇന്ത്യയിലെ ഏറ്റവും പോപ്പുലറായ സ്പോർട്സാണ് ക്രിക്കറ്റ്. അതുകൊണ്ട് തന്നെ നമ്മളിൽ പലരും ക്രിക്കറ്റ് കളിക്കുന്നവരാണ്, കാണുന്നവരുമാണ്. പക്ഷെ എന്തായാലും ഇപ്പോൾ നമ്മളിവിടെ കാണാൻ പോകുന്ന ക്രിക്കറ്റ് കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ടെക്നോളജിയോട് കൂടിയ ക്രിക്കറ്റാണ്. ഇനി ബോണസ് ആയിട്ട് മറ്റൊരു ക്രിക്കറ്റ് മാച്ച് കൂടി കാണാം. ഫുട്ബോൾ ഗ്രൗണ്ടിന്റെ അടുത്ത് പോയി ക്രിക്കറ്റ് കളിക്കുമ്പോൾ ആലോചിക്കണമായിരുന്നു. നമുക്കറിയാം, കുറച്ച് ദിവസങ്ങൾ മുൻപ് വരെ കേരളത്തിൽ നായശല്യമായിരുന്നു വലിയൊരു ചർച്ച. അപ്പോൾ ശരിക്കും കേരളത്തിൽ നായശല്യം രൂക്ഷമാണോ എന്ന ചോദ്യം ഉയർത്തുന്ന ചില സംഭവങ്ങളാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത്. അയ്യോ പട്ടി, എന്റെ കാല് പൊന്നു പട്ടി, പ്ലാസ്റ്റർ ഇട്ട കാലിൽ കടിക്കരുത്. അതിന് ഇറച്ചിയില്ല, വെറും എല്ലാണ്. അയ്യോ കടിച്ചില്ല. ഇനി ഓപ്പറേഷൻ നടത്താൻ ഒരു സ്ഥലം ബാക്കിയില്ല പട്ടി. വേറെ ആരെങ്കിലും പോയി കടിപട്ടി പോകട്ടെ. പുള്ളി ഡോക്ടർ ഡ്രൈവിംഗ് കളിച്ചിട്ടാണ് പാർക്ക് ചെയ്യാൻ പഠിച്ചതെന്ന് തോന്നുന്നു. വ്യത്യസ്തമായ കണ്ടുപിടുത്തങ്ങളുടെ കാര്യത്തിൽ നമ്മൾ ഇന്ത്യക്കാർ കില്ലാടികളാണെന്ന് ഞാൻ പണ്ടേ പറഞ്ഞിട്ടുള്ളതാണ്. അതിൻ്റെ മറ്റൊരു ഉദാഹരണം കൂടി. എൻ്റെ തെക്കൻ കേരളത്തിലെ യാത്രയിലാണ് ഞാൻ ഈ വീട്ടമ്മയെ പരിചയപ്പെടുന്നത്. സമൃദ്ധയായ വീട്ടമ്മ. ഐസക് ന്യൂട്ടൺ പോലും അന്താളിച്ചു പോയ കണ്ടുപിടുത്തം. മകൾക്ക് പള്ളിയിൽ പോകണം, ഡ്രസ്സ് തേക്കാൻ കറണ്ടില്ല. നേരെ അടുക്കളയിലേക്ക് വെച്ച് പാഞ്ഞു. തേപ്പൂട്ടിയെടുത്ത് ഗ്യാസിലേക്ക് വെച്ച് മാക്സിമം ഫ്ലെയിമിൽ കത്തിച്ചു. ഭാഗ്യം വയറ് കരിഞ്ഞില്ല. കുരങ്ങന്മാരുടെ കൂടെയൊക്കെ അത്യാവശ്യം ഇടപെട്ടിട്ടുള്ളവരാണെങ്കിൽ അറിയാം, പൊതുവെ നമ്മുടെ കയ്യിലുള്ളത് തട്ടിപ്പറിക്കുന്നതാണ് അവരുടെ ഒരു പതിവ്. പക്ഷെ എല്ലാ കുരങ്ങന്മാരും അങ്ങനെയല്ല. ദാനശീലരായ ചില കുരങ്ങന്മാരും ഉണ്ട്.
ഒരു ലക്ഷം തരുള്ളൂ, ഇനി ചോദിക്കരുത്. ആദ്യം നിങ്ങൾ ഈ ശബ്ദം ഒന്ന് കേട്ടു നോക്കൂ. ഇത് കേട്ടിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നിയത്? ഒരു ട്രെയിൻ പോകുന്ന ശബ്ദമാണെന്ന് അല്ലേ? എന്നാൽ സത്യാവസ്ഥ ഇതാണ്. വാഴത്തോട്ടം. ആ നൃത്തം കണ്ടാലേ നമുക്കറിയാം പുള്ളി തന്റെ ഗേൾ ഫ്രണ്ടിനോട് സംസാരിക്കാൻ വന്നതൊന്നുമല്ല, വാഴ കൊലച്ചോന്നറിയാൻ വന്നതാണെന്ന്. ഇനി സ്വല്പം സംഗീതമാവാം. ബൈക്ക് സ്റ്റണ്ടുകളൊക്കെ കാണുന്നത് ഇഷ്ടമാണ് നിങ്ങൾക്ക്? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരു സ്റ്റണ്ട് തന്നെയാണിത്. ഇനി ബൈക്ക് സ്റ്റണ്ടുകൾ മാത്രമല്ല കേട്ടോ, ബൈക്ക് ഇല്ലാത്ത സ്റ്റണ്ടുകൾ വേറെയുണ്ട്. ഒരു വെഡ്ഡിംഗ് ഫംഗ്ഷനൊക്കെ ആയ കുട്ടികളുടെ വളരെ വ്യത്യസ്തമായ പല കലാപരിപാടികളും നമുക്കവിടെ കാണാവുന്നതാണ്. അത്തരത്തിൽ പലരുടെയും കണ്ണ് തള്ളിച്ചൊരു പ്രകടനമാണ് ഈ കുട്ടി നടത്തിയത്. ഇനി അതിശയിപ്പിക്കുന്ന കുറച്ച് കുക്കിംഗ് സ്കിൽസ് കണ്ടാലോ? എടാ പെമ്പിള്ളേരെ കാണുമ്പോൾ എന്റെ ഷോ കണ്ടപ്പോഴേ ഞാൻ പറഞ്ഞതാ, നീ ചമ്മന്തി ചാറാവുന്ന്. പറ്റിപ്പോയണ്ണ. ഇനിയിപ്പോ ഒന്നും നോക്കണ്ട, അവറ്റങ്ങളോട് തലകുത്തിന്ന് തിന്നാൻ പറഞ്ഞോ. ആസനം കഴിഞ്ഞാൽ ഉടൻ പദ്മാസനമാണ്. അത് കഴിഞ്ഞാൽ കുക്കുടാസനം, പിന്നെ സർവാംഗാസനം, പിന്നെ മയൂരാസനം, എല്ലാം കഴിഞ്ഞാൽ ശവാസനമാണ്. പിന്നീടാണ് നവരസങ്ങളിലേക്ക് കടക്കുക. കഠിനമായ പഠനമാണത്. വിശദീകരിക്കാം. ശൃംഗാരം, കരുണം, വീരം, രൗദ്രം, ഹാസ്യം, ഭയാനകം, ബീഭത്സം, അത്ഭുതം, ശാന്തം. ഇവയ്ക്ക് പുറമെ ഞാൻ തന്നെ ഗവേഷണത്തിൽ കണ്ടെത്തിയ 4 രസങ്ങൾ വേറെയുമുണ്ട്. പാഠമധികം, സമയം തുച്ഛം. 1 മാസത്തെ ജിം മെമ്പർഷിപ്പ് എടുത്ത് അതിന്റെ കൂടെ നവരസങ്ങൾ കൂടി പഠിപ്പിച്ചു തരുന്ന എന്തോ ബോണസ് പാക്കേജ് ആണെന്ന് തോന്നുന്നു. ഇനിയൊരു സംഗീത സാമ്രാട്ടി എങ്ങനെയാണ് പാട്ട് പാടേണ്ടതെന്ന് ജനങ്ങളെ പഠിപ്പിക്കുന്നത് നമുക്ക് കാണാം. അപ്പൊ നിങ്ങൾക്കൊക്കെ പാട്ട് പാടാൻ പഠിക്കണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായും പൂർണ്ണ ശ്രദ്ധയോടുകൂടി ഇത് കാണുക. ഈ പാട്ടിനെ അപ്രോച്ച് ചെയ്യുന്ന ഒരു രീതിയുണ്ട്. അതൊരു സാഡ്നെസ് ആയിട്ടുള്ള സോങ് ആണ്. അപ്പൊ അതിനെ അങ്ങനെ അപ്രോച്ച് ചെയ്യണം. നമ്മൾ ലിറിക്സ് അറിയില്ലെങ്കിലും ചെക്കൻ പാടട്ടാ. ഓൻ നമ്മള് ട്രാൻസ്ഫോർമേഷൻ ഇടും 1 മാസം കഴിഞ്ഞിട്ട്. ഉമ്മാച്ചി എന്നാണ് പറയണേ. അത്രയുള്ളൂ. മതി. ഇവിടെ നമുക്ക് കാണാം ഈ കുട്ടി എന്തോ ഒരു വീഡിയോ എടുക്കുകയാണ്. പക്ഷെ പെട്ടെന്നാണ് കുട്ടിയെ ഞെട്ടിച്ച ആ സംഭവം ഉണ്ടായത്.
ഇവരിപ്പോൾ ഇവിടെ എന്തൊക്കെയാണ് ഈ ചെയ്തതെന്നൊന്നും കുട്ടിക്ക് മനസ്സിലായിട്ടില്ല. പക്ഷെ എന്തായാലും കുട്ടിക്ക് അത് നന്നായി ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ എത്രത്തോളമായിരുന്നു. വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് തന്നെ വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും ബൈ.